അതിവാശിയേറിയ 66ാം നീരേറ്റുപുറം ഉത്രാടം തിരുനാൾ മാമൻ മാപ്പിള പമ്പ ജലമേളയിൽ മേൽപ്പാടം ചുണ്ടന് കിരീടം. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനിലൂടെ ജലമേള ഉദ്ഘാടനം ചെയ്തു. ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ജലമേള വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ തോമസ് അധ്യക്ഷനായി. മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള ജലമേള അടുത്ത 67ാമത് ജലമേള അത് സെപ്റ്റംബർ 4 ഉത്രാട നാളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ്. ഇതിന് സഹകരിച്ച മുഴുവൻ പേർക്കും, മുഴുവൻ കായിക പ്രേമികൾക്കും, ഇതിനെ സ്പോൺസർ ചെയ്ത് സഹായിച്ച പ്രിയപ്പെട്ട വിജി വേങ്ങൽ, അതുപോലെ ശിവു കോയിക്കേരിൽ അടക്കം നൂറുകണക്കിന് ആളുകൾ സാമ്പത്തികമായി കടന്നു ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ടവരോട് ഞങ്ങള് സാമ്പത്തികമായി ഒരു പൈസ ഇല്ലാതെ സാമ്പത്തിക ലോൺ എടുത്താണ് ഈ 2 വർഷക്കാലം വള്ളങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെയുള്ള പ്രതിബന്ധങ്ങൾ ദൈവം ഞങ്ങളുടെയായിരുന്നു. നിയമപരമായി കാശിന്റെ പുറത്ത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിടത്ത് നിയമപരമായി കോടതി കൂടെയാണ് ഈ വള്ളങ്ങൾ ഇല്ലാതാക്കിയത്, ഇന്നിവിടെ നടത്തിയത്. നിങ്ങളെയൊക്കെ പ്രാർത്ഥന, നിങ്ങളെയൊക്കെ അനുഗ്രഹം അത് അടുത്ത വർഷം ദേശീയ വള്ളങ്ങളിൽ 4ാമത് വള്ളങ്ങളിൽ മാമൻ മാപ്പിള ട്രോഫിയും നെഹ്റു ട്രോഫിയും ആറന്മുള വള്ളങ്ങളെയും അതുപോലെ പ്രസിഡന്റ് ട്രോഫിയും ഈ 4 വള്ളങ്ങളെയും ഒന്നാക്കി മാറ്റുവാൻ പഞ്ചായത്ത് തലത്തിൽ നടന്ന ഈ വള്ളംകളിയെ ദൈവം നമ്മളെ ഇത്ര ഉയർത്തിയെങ്കിൽ അടുത്ത ദേശീയ ഉത്സവമായി 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടി ഡൽഹി തൊട്ട് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നടത്തുന്നതാണ്. പമ്പയുടെ ഓളങ്ങളിൽ ആവേശത്തുഴകളെറിഞ്ഞ് പായിപ്പാടൻ ചുണ്ടൻ 2ാമതും ജവഹർ തായങ്കരി 3ാമതും എത്തി. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ സെന്റ് ജോർജിനെ പിന്നിലാക്കി ആനാരി 1ാമതെത്തി. വെബ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ PG കരിപ്പുഴ, വെബ് A ഗ്രേഡ് മത്സരത്തിൽ കോട്ടപ്പറമ്പൻ എന്നിവർ 1ാമതെത്തി. വനിതകളുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രണവം കുടുംബശ്രീയുടെ കാട്ടിൽ തെക്കേതിൽ വള്ളം ഏകപക്ഷീയമായ വിജയം നേടി. അപ്പർ കുട്ടനാടിന്റെ ആഘോഷത്തിമിർപ്പിൽ ആവേശം പകർന്ന ഉത്രാടം തിരുനാൾ പമ്പ ജലമേളയിൽ ചലച്ചിത്ര താരം സോണിയ മൽഹോത്ര, മായ അനിൽകുമാർ, എബ്രഹാം തോമസ്, സെക്രട്ടറി പൊന്നൂസ് ജോസഫ്, ചീഫ് കോർഡിനേറ്റർ അഞ്ജു കൊച്ചേരി, ശ്രീനിവാസ് പുറയാറ്റ്, മാമൻ മാപ്പിള ഉത്രാടം തിരുനാൾ 66ാമത് ജലമേളയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചത്. ഇത്രയും ആവേശകരമായിട്ട്, അതായത് നെഹ്റു ട്രോഫി വള്ളംകളി പോലെ ആവേശകരമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മത്സരം നമുക്ക് നടത്തുവാൻ സാധിച്ചത്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയചന്ദ്രൻ, സന്തോഷ് ചാത്തങ്കരി തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇരുകരകളിലും നിന്ന കാഴ്ചക്കാർ കരഘോഷത്തോടെയും ആർപ്പുവിളികളോടെയുമാണ് ജലരാജാക്കന്മാരുടെ ജലോത്സവത്തെ എതിരേറ്റത്. ട്രോഫി നൽകുന്നതിന് വേണ്ടി വിക്ടർ ടി തോമസിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാം സ്ഥാനം നേടിയ ഇവർക്ക് തന്നെയുള്ള ഒരു ട്രോഫിയുണ്ട്. ട്രോഫിയുടെ PB ജോർജ് പൈനമൂട്ടിൽ ഇത് നമ്മളിരിക്കുന്ന വൈസ് പ്രസിഡന്റ് നീല ജോർജ്
പ്രിയപ്പെട്ടവരെ, കാവുംഭാഗം ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടും ശ്രദ്ധേയമായി. നയൻ വൺ മലയാളം ന്യൂസ്, തിരുവല്ല.